എന്നിട്ട് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫംഗ്ഷൻ ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. ഇൻഫാക്ട് നമ്മളുള്ളത് ഇപ്പോൾ MC റോഡിലാണ്, ടുവേർഡ്സ് ചങ്ങനാശ്ശേരി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ നമ്മൾ ഷെയർ ചെയ്തൊരു വീഡിയോ ഉണ്ട്. അതായത് എൻ്റെ കൂടെ വന്ന ആത്മാവ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റിൽ ഒരാൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വലിയ ശബ്ദങ്ങൾ ടെറസിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഉറങ്ങുമ്പോഴൊക്കെ വലിയ ശല്യമാണത്, വലിയ പ്രശ്നങ്ങളാണ്. അത് മാത്രമല്ല, ഒരു എക്സ്ട്രാ പ്രസൻസ് അവരുടെ വീട്ടിൽ പലതരത്തിൽ അത് ഫീൽ ചെയ്യണതായിട്ട് അവർ പറയണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇന്നാണ് എനിക്ക് അതിന് വേണ്ടിയിട്ട് പോകാൻ ഇടയായിട്ടുള്ളത്. നമ്മൾ ആ കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണത്. ആദ്യം ഞാൻ വിചാരിച്ച് അവിടെ ചെല്ലുക, നമുക്കൊരു കംപ്ലീറ്റ് കൺസൾട്ടേഷൻ വീഡിയോ കവർ ചെയ്യാം, നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യാന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ നമ്മുടെ ആ ഒരു കസ്റ്റമറുടെ പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള ഒരു കൺസൾട്ടേഷൻ ആകുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിവരങ്ങൾ ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ പിന്നീട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ ഒരു റീസൺ, അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ ഫംഗ്ഷനായിട്ട് കണക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കോമ്പിനേഷൻസ് നമ്മൾ ഫ്ലൈയിങ് സ്റ്റാർ എടുത്ത് നോക്കുമ്പോഴുള്ള ചില കോമ്പിനേഷൻസ്, അതായത് വീട് പണിത സമയവും വീടിന്റെ എക്സാക്ട് ഫേസിംഗ് ഡിഗ്രിയും കോമ്പസിൽ എടുത്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന ചില ഫ്ലൈയിങ് സ്റ്റാർ കോമ്പിനേഷൻസ്, ഇങ്ങനെയുള്ള എക്സ്ട്രാ ചലഞ്ചിങ് എനർജീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അവർ സഹായിക്കാൻ പറ്റും, നമുക്ക് അതിന് വേണ്ട റെമഡീസ് എല്ലാം കൊടുക്കാൻ പറ്റും. ഇനി അതല്ല, അതിനപ്പുറമുള്ള വല്ല കാര്യമാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഹെൽപ്ലെസ് ആയിരിക്കും. അതെന്താവുന്നുള്ളത് ഞാൻ നോക്കാം, പരമാവധി അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. അതല്ലെങ്കിൽ ബാക്കി വിവരങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അതായത് ഇവര് നമ്മളോടത് വിളിച്ച് പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാൽ, വീട്ടില് ഈ ഒരു ശബ്ദം വലിയ രീതിയിൽ ടെറസിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവർക്ക് ഉറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. അപ്പൊ ആദ്യം ഈ ഗ്രഹനാഥിയാണ് കേട്ടത്, പിന്നീട് അവര് മക്കളെ വിളിച്ച് കേൾപ്പിച്ചു, ഹസ്ബൻഡിനെ കേൾപ്പിച്ചു. അത് പല പ്രാവശ്യമായിട്ടാണ് തുടർച്ചയായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവര് മറ്റു കാര്യങ്ങളൊക്കെ നോക്കി, അതായത് ഇനി വല്ല ജീവികളാണോ, ബാറ്റ്സ് ആണോ, നമ്മുടെ നാട്ടില് മരപ്പെട്ടി എന്നൊക്കെ പറയും, അതുമല്ല ആണോ, അങ്ങനെയൊക്കെ നോക്കണ്ടേ, എല്ലാം നോക്കി അവര്. അങ്ങനെയാണ് ഒരു ദിവസം ഈ കുട്ടി ഒറ്റയ്ക്ക് ഒരു ദിവസം വീട്ടിലിരിക്കുന്ന സമയത്തുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവരെ വേറെ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി അവിടെ വീട്ടില് ഇരിക്കുന്ന ദിവസം അച്ഛനമ്മ അവിടെ ഇല്ല. അപ്പൊ ഒരു ഉച്ച സമയത്താണ് ഒരു നിഴല് ഈ ലിവിങ് റൂമിൽ ഇങ്ങനെ കറക്റ്റ് പാസ് ചെയ്ത് അവരുടെ ബെഡ്റൂമിലേക്ക് കയറുന്നത് ആ കുട്ടി കാണുന്നുണ്ട്. അയാൾ പേടിച്ചു എന്ന് പറഞ്ഞോ ബേസിക്കലി. അപ്പോ ഇത് എന്നോട് ഷെയർ ചെയ്തപ്പോ ഞാൻ ചോദിച്ചു, അന്നേരം വല്ല സ്മെല്ല് വല്ലതും ഫീൽ ചെയ്തായിരുന്നു ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, നമ്മുടെ കഞ്ഞിപ്പശയുടെ ഒരു വല്ലാത്തൊരു സ്മെല്ല് അന്നേരം ഭയങ്കര സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ടായി. അങ്ങനെ ഒരു സംഭവം അവർ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു ആ സമയത്തൊന്നും. അപ്പൊ ഈ തരത്തിലുള്ള എക്സ്പീരിയൻസസ് വന്നപ്പോഴാണ് അവർക്ക് ഇത് ഈ രീതിയിൽ, ഇത് വാസ്തു റിലേറ്റഡ് ആണോ, ഇനി അതിനപ്പുറത്തേക്ക് വല്ലതാണോ എന്നൊക്കെ ചിന്തിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആസ് ഐ ടോൾഡ്, നമുക്ക് പോയി നോക്കാം. ഇൻ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു നേരത്തെ, ചില കോമ്പിനേഷൻസ് ഇങ്ങനെയുള്ള എനർജീസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് എനിക്ക് മുന്നും അതിനുള്ള എക്സ്പീരിയൻസസ് ഉണ്ട്. അതാണെങ്കിൽ ഷുവറായിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അത് എൻ്റെ കയ്യിൽ നിൽക്കില്ലെങ്കിൽ ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് ആ തരത്തിലുള്ള കുറച്ച് കോമ്പിനേഷൻസ് നമുക്ക് ഫ്ലൈയിങ് സ്റ്റാറിൽ കണ്ടെത്താൻ പറ്റി. പക്ഷെ അതിനേക്കാൾ മുന്നായിട്ട് ആ വീടുള്ളത് ഒരു ക്ലോസ് ടു ഒരു സെമിട്രി ആണ്. ആക്ച്വലി ഒരു വലിയ ചർച്ച് ഉണ്ട്, അതിൻ്റെ സെമിട്രിയോട് ചേർന്നിട്ടാണ് ശരിക്കും ആ വീട് വരുന്നത്. മാത്രമല്ല, അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ല് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് വീട് നിൽക്കുന്നത്. അതിൻ്റെ പുറകുവശം താഴ്ന്നിട്ടാണ്. അപ്പൊ ഇതൊന്നും തന്നെ ശരിക്കും ആസ് പെർ ഫംഗ്ഷൻ അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇതിനൊക്കെ തന്നെ നമ്മൾ റെമഡി ചെയ്യേണ്ടതാണ്. അതായത് നമുക്ക് ക്ലോസ് ടു ദേവാലയങ്ങൾ അല്ലെങ്കിൽ സെമിട്രി ഒന്നും വീട് പാടില്ല എന്നുണ്ട്. ഇങ്ങനെ ഇറങ്ങി വരുന്ന അവസ്ഥയിൽ വീട് പാടില്ല എന്നുണ്ട്. അല്ല, വീടിന്റെ പുറവശം താഴ്ചയിലേക്ക് കിടക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. എഗെയിൻ അവിടുത്തെ ടോയ്ലറ്റിന്റെ സെക്ടേഴ്സ് ഒക്കെ തന്നെ വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള അവസ്ഥയിലായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് മെയിൻ്റനൻസ്. അപ്പൊ അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അത് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് 83-ൽ കൺസ്ട്രക്റ്റഡ് ഹൗസ് ആണത്. നമ്മുടെ മനുഷ്യരുടെ ശരീരമാണെങ്കിലും വാഹനമാണെങ്കിലും ഒരു വീടാണെങ്കിലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചലഞ്ചസ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതവിടെ നല്ല പോലെ പ്രകടമായിരുന്നു ശരിക്കും. അപ്പൊ അതും ഫംഗ്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട്. കാരണം
അവിടെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റോർ റൂം എന്നുള്ള ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് എ ഡംപിങ് റൂം. ഇൻഫാക്ട് സ്റ്റോർ റൂം എന്നുള്ളത് നമ്മൾ പിൽക്കാലത്തേക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് സ്റ്റോർ ചെയ്യാനായിട്ട് വെക്കുക. ഇതല്ല, ഒഴിവാക്കേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഡംപ് ചെയ്യുന്നൊരു രീതിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ മാറ്റാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് വീട് നല്ല രീതിയിലൊന്ന് ഒന്ന് ക്ലീൻ ആക്കി വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇന്ന് പോയ സമയത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ചില ഫ്ലൈയിങ് സ്റ്റാർ കോമ്പിനേഷൻസ് ഈ തരത്തിലുള്ള എനർജികൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ആ ഫ്ലൈയിങ് സ്റ്റാർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് അതിനകത്ത് ആഫ്റ്റർ റിനോവേഷൻ അതിൻ്റെ ഒരു പീരീഡ് ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ 2-5 കോമ്പിനേഷൻ അവിടെ വന്നിട്ടുണ്ട്. ബേസിക്കലി അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ തരത്തിലുള്ള അൺവാണ്ടഡ് എനർജീസ് കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. അത് അവിടെ ഉള്ള ആളുകളെ പെട്ടെന്ന് സിക്ക് ആക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഫംഗ്ഷൻ ടൂൾസ് വെച്ചിട്ട് നമുക്ക് അതിനെ സപ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കത് ചെയ്തിട്ട് ഇപ്പോൾ അവരോട് ആദ്യഘട്ടം ഞാൻ പറഞ്ഞു ക്ലീൻ ആക്കുക, ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കുക, വീട് മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ടൂൾസ് വെച്ചിട്ട് ഈ തരത്തിലുള്ള എനർജികൾ സപ്രസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ലെറ്റ്സ് സീ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. താങ്ക്സ് എ ലോട്ട്. ടേക്ക് കെയർ. സീ യു.